അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന കടുത്ത ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്ന് ഇറാൻ പ്രസിഡന്റും വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനിൽ തുടർച്ചയായ 10ാം ദിവസവും കനത്ത ആക്രമണം തുടരുകയാണ് US. 100ഓളം US സൈനികർക്ക് പരിക്കേറ്റതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ അറിയിച്ചു. മിസൈലുകളും യുദ്ധവിമാനങ്ങളും ആകാശത്ത് തീ തുപ്പുമ്പോഴും മറുവശത്ത് സമാധാനത്തിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ ആക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോർദാനിലെയും വടക്കൻ ഇറാഖിലെയും US വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടമുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ 25 വയസ്സുകാരനായ ഫസ്റ്റ് ലഫ്റ്റനന്റ് ടൈലർ ജെയിംസ് ഫിഹാൻ, 19 വയസ്സുകാരിയായ ഇസബെല്ല ഗോൺസാലസ് എന്നിവർ ഉൾപ്പെടുന്നു. സൈനികരുടെ മരണത്തിന് പിന്നാലെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഇറാന് കടുത്ത ഭാഷയിൽ താക്കീത് നൽകിയത്. ഓരോ തവണ ഇറാൻ ഒരു അമേരിക്കൻ സൈനികനെ കൊല്ലുമ്പോഴും അതിനവർ പല മടങ്ങ് വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാനിയൽ കെയ്ൻ എന്നിവരുൾപ്പെടെയുള്ള സൈനിക നേതൃത്വത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതേ തുടർന്ന് ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് US തുടർച്ചയായ 10ാം രാത്രിയിലും വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ട്രംപ് പരസ്യമായി യുദ്ധഭീഷണി മുഴക്കുമ്പോഴും ഇറാനുമായുള്ള അണിയറ ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മേഖലയിൽ ഇരു രാജ്യങ്ങളും നടത്തുന്ന ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ മധ്യസ്ഥർ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ റദ്ദാക്കിയ ഇടക്കാല വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനിടയിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്ന് ഇറാൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. യമനിലെ ഹൂത്തി വിമതർ ചെങ്കടലിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്കുകപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഇറാഖ്, സിറിയ, ചെങ്കടൽ എന്നീ 3 മേഖലകളിലാണ് ഒരേ സമയം അമേരിക്കയ്ക്ക് സൈനിക പ്രതിരോധം തീർക്കേണ്ടി വരുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെയും നാവിക ഉപരോധങ്ങളെയും മറികടക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും തങ്ങളുടെ ആയുധശേഷി കുറഞ്ഞിട്ടില്ല എന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെട്ടു. അതേസമയം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥർ വഴിയുള്ള സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും സമാധാന ചർച്ചകൾക്ക് തങ്ങളും പൂർണ്ണമായി എതിരല്ല എന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ കടുത്ത യുദ്ധപ്രഖ്യാപനങ്ങളും ഒപ്പം തന്നെ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളും പശ്ചിമേഷ്യയെ മുൾമുനയിലാണ് നിർത്തിയിരിക്കുന്നത്. ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ വ്യക്തമാക്കും.